പണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെൻസീന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഇന്ന് പറയുന്ന പോലെ പൈ ഇലക്ട്രോൺസിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാതിരുന്ന ഒരു കാലത്ത് പല സ്ട്രക്ചേഴ്സും പലരും പ്രപ്പോസ് ചെയ്തു. പലരും ബെൻസീന്റെ സ്ട്രക്ചർ മെൻഷൻ ചെയ്തു. ആർക്കും അതിനെക്കുറിച്ച് കറക്റ്റ് ഐഡിയ ഇല്ല. ഇപ്പോൾ കെക്യൂളും അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് നടന്നു. ഹൗ യു ക്യാൻ പ്രപ്പോസ് പ്രെഡിക്ട് ദി സ്ട്രക്ചർ ഓഫ് പെൻസിൽ. അങ്ങനെ കെക്യൂള് ലാബിലിരുന്ന് അങ്ങനെ ഉറങ്ങിപ്പോയ സമയത്ത് കെക്യൂൾ ഒരു സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നം കണ്ടത്? ഒരു പാമ്പ്. ഓക്കെ, ആ പാമ്പിന്റെ, ഞാൻ വരയ്ക്കാൻ അത്ര ഇതൊന്നും അല്ല, ഞാൻ സങ്കല്പിക്കാൻ നിങ്ങൾ വിചാരിക്കുക ഇതൊരു പാമ്പാന്ന് വിചാരിക്കുക. ആ പാമ്പിന്റെ വായ്ക്കകത്ത് അതിന്റെ വാല്. സ്വപ്നം കണ്ടത് ഇങ്ങനെയാണ്, പാമ്പിന്റെ വായ്ക്കകത്ത് പാമ്പിന്റെ വാല്. അപ്പോ നോർമലി ഒരു പാമ്പ് എങ്ങനെയാ പോണേ? ഇങ്ങനെയല്ലേ പോണേ, എരഞ്ഞെറിഞ്ഞ്. പക്ഷെ ഇങ്ങനെയാണെങ്കിൽ ആ പാമ്പ് എങ്ങനെയാ പോവുള്ളൂ? ഇങ്ങനെയല്ലേ പോകാൻ പറ്റൂ, സർക്കിളായിട്ട്. ഓക്കെ, ഇത് കണ്ടൊരു കെക്യൂള് ഞെട്ടി എണീറ്റു. പാമ്പിന്റെ സ്വപ്നം കണ്ടിട്ട് പേടിച്ചെണീറ്റതൊന്നും അല്ല, കെക്യൂളിന് ഒരു ഐഡിയ കിട്ടി അവിടെ. അതായത് പൈ ഇലക്ട്രോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കുന്നവർ അല്ല. അതായത് ഇങ്ങനെയാണ് ഒരു ഇതെങ്കിൽ അവർക്ക് ഇങ്ങനെ നിൽക്കാം. അങ്ങനെയാണ് ഈ ഡീലോക്കലൈസ്ഡ് എന്ന കൺസെപ്റ്റും റെസൊണൻസും എല്ലാം വരുന്നത് ആ ഒരു ബേസിക് ഐഡിയയിൽ നിന്നാണ്. അപ്പൊ ഇങ്ങനെ പൈ ഇലക്ട്രോൺസ് ഇങ്ങനെ ഓടി നടക്കുന്നവരാണ്, ഡീലോക്കലൈസ്ഡ് ഇൻ നേച്ചർ ആണ്. അപ്പോ ഈ രണ്ട് സ്ട്രക്ചറിന്റെയും നടുക്ക് ഏതോ ഒരു സ്ട്രക്ചറാണ് ഇതിന്റെ കറക്റ്റ് സ്ട്രക്ചർ എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്തത് ആരാണ്? കെക്യൂളാണ്. ദാറ്റ് വാസ് ഫ്രം ഹിസ് ഡ്രീം. അതിനാണ് നിങ്ങൾ ഈ ബെൻസീൻ ഒരു റിങ് വരച്ചിട്ട് അകത്ത് വട്ടം ഇട്ടാൽ അത് ബെൻസീൻ ആയെന്ന് പറയുന്നതിന്റെ കാരണം ഈ കാണിക്കുന്നത് ആ ഡീലോക്കലൈസേഷൻ ആണ്. ഇലക്ട്രോൺസിന്റെ ഡീലോക്കലൈസേഷൻ ആണ് നിങ്ങൾ ആ സർക്കിളിലിട്ട് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് സംതിങ്